അങ്ങനെയായിരുന്നില്ല ആ ചോദ്യം. മുഖ്യമന്ത്രി ആകുന്നതിനോട് ഇപ്പോഴും എന്താണ് അഭിപ്രായം എന്നുള്ളതായിരുന്നു ആ ചോദ്യം. മൂന്നാമതും നിങ്ങൾ പറയാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ആ ചോദ്യം അതെ, നിങ്ങൾ മാറ്റി പറയുന്നതാണ്. അധികാര വ്യാമോഹം തന്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ അധികാരത്തിൽ ഇരുന്നോട്ട് ആ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിൽ ഇരുന്നോണ്ടല്ലേ ഞാൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്. സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്റെ ഭാര്യയുമാണ്. PWD മിനിസ്റ്റർക്കാണ് ഉത്തരവാദിത്തം. വേറെ ഒരാൾക്ക് ചെറിയ മൂന്നാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. വ്യാമോഹമാണ്. പ്രതിമ മൂന്നാമത്തെ തവണ വ്യാമോഹമാണ്. വാസവൻ മൂന്നാമത്തെ തവണ വ്യാമോഹമാണ്. 10 15 പേര് 3 4 5 തവണയായി. അതിനെന്ത് പാർട്ടി തീരുമാനിക്കുന്നതല്ലേ? എത്ര തവണ മത്സരിച്ചെന്നാണ് കൈരളിലാണ് ചോദിക്കുക. എത്ര തവണ മത്സരിച്ചാൽ എത്ര തവണ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിയോ? AKG മരണം വരെ MP ആയി. നിങ്ങൾക്ക് ഇതുവല്ലോ അറിയോ? നിങ്ങൾക്ക് ഇത് വല്ലതും അറിയുമെന്ന് ചോദിച്ചു. ഞാൻ 963 പാർട്ടി ചേർന്നു. എന്നെ പഠിപ്പിക്കാൻ പറ്റും. ചോദ്യം ചോദിക്കാൻ നിങ്ങൾ മാത്രമായി ഇത്ര തോന്നിവാസം ചോദിക്കും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഇവിടെ സർക്കാരിനാണ് തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിന്റെ അല്ല എല്ലാം. സർക്കാരിന്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്യുന്നത്. ചെയ്തിട്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സംസാരിക്കുന്നതിൽ തടസ്സപ്പെടുന്നതാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. ഇത് വെറുതെയാണ്. വ്യാമോഹമാണ്, അബദ്ധമാണ് പറഞ്ഞേക്കാം. കേട്ടല്ലോ, അബദ്ധമാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ചോദ്യമല്ല ചോദിക്കുന്നത്, അസംബന്ധമാണ് ചോദിക്കുന്നത്. കാരണം പാർട്ടിയാണ് നിർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്ര തവണയായി? അല്ല എല്ലാവരും കവർ ചെയ്യുന്നതല്ലേ? ഇയാൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് 7 തവണ നിന്നാളിനും ബാധകമല്ല ഞാൻ പറയുന്നത്. പാർട്ടിയല്ല നിർത്തിയത്. അത് ചാടിക്കയറി നിൽക്കുന്നതല്ലല്ലോ. പാർട്ടി വിട്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളോട് വിട്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങളോട് കൈരളിക്ക് ഞാനും കൂടി 10-22 ലക്ഷം രൂപ കൊടുത്തതാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു. പിരിച്ചു കൊടുത്തു. ഇവിടെ പരാതി പിരിച്ചു കൊടുത്തു. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ. പിന്നെന്താ? അല്ല, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ. നിങ്ങൾ വേറെ ഏതോ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നു ചേർന്നത്. എനിക്കറിയില്ലേ? നിങ്ങൾ ഈ ജോലിക്ക് വേണ്ടി ഇതിനകത്ത് ചേർന്നതാണ്. അതിനെപ്പറ്റി തർക്കം വേണം. അതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾ പാർട്ടിയിലില്ല. പിന്നെ എങ്ങനെ? ഞാൻ ജനകീയ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി പ്രചരണം. അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാം. അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഡയറക്റ്റ് പിന്തുണയില്ലാതെ പുറത്തുനിന്നുള്ള പിന്തുണയാണ് സാറിന്. അവരുടെ ഡയറക്റ്റ് പിന്തുണയാണ് തരുന്നത്. അത് അവരുടെ പിന്തുണയല്ലേ? അതെ, അതൊന്നും തെറ്റൊന്നുമില്ല. BJP മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ചോദിച്ചതല്ലേ, നിങ്ങൾ എന്ത് ചോദ്യം ചോദിക്കുന്നത്? അവര് സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞു. പിന്നെ എന്നെ പിന്തുണയ്ക്കുന്നത് എങ്ങനെയാണ്? അത് നിങ്ങൾ ചോദിക്കുന്നത് കുറിച്ച് ചോദ്യമാണ്. അതെന്തിനാണെന്ന് എനിക്കറിയാം. അത് വേണ്ട. അത് നിങ്ങൾ കൈരളിയുടെ കൈവച്ചാൽ മതി. കൈരളി സ്ഥാപിക്കാൻ ആദ്യകാലത്ത് വലിയ ഫണ്ട് കൊടുത്താണ് ഞാൻ 21 ലക്ഷം രൂപ ജില്ലയിൽ നിന്ന് പിരിച്ചു കൊടുത്തത്.